നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ചിക്കൻ പീസ് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് മാരിനേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ആഡ് ചെയ്തു. ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഇച്ചിരി കുറച്ച് മഞ്ഞൾപ്പൊടി, പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാലയും 1 സ്പൂൺ ഇട്ടു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കാം. കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കാം. ഒരു അരമണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്ത് അങ്ങനെ വെക്കാം. ബസ്മതി അരി നമ്മൾ 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് നമ്മൾ സ്ട്രെയിനറിലോട്ട് മാറ്റി വെച്ചു. അരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കടായി വെച്ചിട്ടുണ്ട്. നിറച്ച് എണ്ണ ഒഴിച്ചു. ഞാൻ കോൺ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു 2 സബോള സ്ലൈസ് ചെയ്തത് നമുക്ക് വറുത്ത് വെക്കണം. ബിരിയാണിക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കില്ല, അതിന് വേണ്ടിയാണ്. എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് സബോള ഇടാം. രണ്ട് തവണയായിട്ടാണ് ഞാൻ സബോള വറുത്ത് കോരുന്നത്. കുറച്ച് വറുത്ത് കോരി മാറ്റി ബാക്കി വറുത്ത് കോരുവാണ്. നമുക്ക് കാഷ്യൂനട്ടും ഉണക്കമുന്തിരി നമുക്ക് വറുത്ത് കോരാം. നെയ്ക്കകത്ത് നെയ്യ് കുറച്ച് ഒഴിച്ചു. നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം കാഷ്യൂനട്ട് ഇടാം. എന്നിട്ട് ഉണക്കമുന്തിരി ഇടാം. കാഷ്യൂ ഇട്ടു. നിങ്ങൾക്ക് ഓപ്ഷനാണ്. ഇതില്ലെങ്കിലും നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഇത് ഗാർണിഷിന് വേണ്ടിയാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ സൈഡ് കാഷ്യൂ ഒക്കെ. അപ്പോൾ ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്യുക. ഈ മീഡിയം സൈസ് വെക്കുക. മീഡിയം വെക്കുക. ഇത് ഫ്രൈ ചെയ്ത് എടുക്കുക. കാഷ്യൂ ഒന്ന് ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്ക് ഉണക്കമുന്തിരി ഇടാം. ഉണക്കമുന്തിരി കറിയ ബോൾ പോലെ വെക്കും. ആദ്യം എടുത്ത് ഫ്രൈ ആയി പറയുന്നത് കരിഞ്ഞ് പോകരുത്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. അത് കരിഞ്ഞ് പോകാതെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുക. ഉണക്കമുന്തിരി കാണാൻ ബോൾ പോലെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് നിർത്താം. ഈ പത്തിൽ നിന്ന് തവിയിൽ മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ കരിഞ്ഞ് പോകും. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടു. അതും കൂടി ഇട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റുക. വഴറ്റി കൊടുത്തു. നമ്മൾ ആദ്യം എന്താ ഒഴിച്ചത് എണ്ണ ഒഴിച്ചു. അതിൽ സബോളയിട്ട് വഴറ്റി. എന്നിട്ട് 2-3 പച്ചമുളക് ചോപ്പ് ചെയ്തിട്ടു. മസാലയായിട്ട് വഴറ്റിയ ശേഷം സബോള ഇട്ടു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി നല്ല രീതിയിൽ വഴറ്റുന്നു. ബ്രൗൺ കളർ ആവണമെന്നില്ല. ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിതിൽ മസാലകളൊക്കെ ചേർക്കാം. മസാലയൊക്കെ ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ക്രഷ്ഡ് പെപ്പർ, ഗരം മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് അത് ഇളക്കുക. നന്നായിട്ട് തന്നെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇടാം. മാരിനേറ്റ് ചെയ്ത് വരുന്ന ചിക്കൻ ഇതിലേക്കിട്ട് യോജിപ്പിക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കുക. നന്നായിട്ട് ഇളകട്ടെ. ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. ചിക്കൻ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് ചിക്കൻ വേവിക്കാൻ നമുക്ക് ചിക്കൻ വേവിക്കാൻ വെച്ച് നമ്മൾ കാര്യം മറന്നുപോയി. ഉപ്പിടണം, സോൾട്ട് ഇടണം. അപ്പോൾ നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തു. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-12 മിനിറ്റ് നമുക്കിത് വേവിക്കാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് അരി വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് ലിഡ് അടച്ച് വെച്ച് ഇത് ഇങ്ങനെ വേവിക്കാൻ വെക്കാം. നമ്മൾ ഒരു 2.25 ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചു. അരി വേവിക്കാനാണ്. ഇതിലേക്ക് 2 കറുവപ്പട്ട, ഒരു 3 ഗ്രാമ്പൂ, ഒരു ബേ ലീഫ്, 2 സബോള ഒന്ന് ചതച്ചിടുക. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ച സബോളയിൽ നിന്ന് 1 സ്പൂൺ സബോളയും ഇട്ടു. നമുക്ക് ഉപ്പ് വേണം. നമ്മൾ 1 സ്പൂണ് ഉപ്പും കൂടെ അതിൽ ചേർത്തു. ഇനി തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അരി ഇടാം. ഏകദേശം ഹാഫ് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സബോളയുടെ പകുതി ഇതിലേക്ക് ഇങ്ങനെ ഇടുക. എന്നിട്ട് നന്നായി യോജിപ്പിക്കുക. നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക. ആ ഫ്രൈ ചെയ്ത സബോള ചേർത്തു. ഇനി അത് നമ്മൾ അടച്ച് വെച്ച് തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇടാം. ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന അരി നമുക്ക് ഇടാം. അരി നമ്മൾ ഇട്ടു. ഗ്രൈൻഡ് വെച്ചിരുന്ന അരി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു. ഇനി ഇത് വേവട്ടെ. അടച്ച് വെച്ച് വേവിക്കാം. ശേഷം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുകളിലേക്ക് പുതിന ഇല ചോപ്പ് ചെയ്തിടാം. ഇത് ബിരിയാണിയുടെ നല്ല ഫ്ലേവറിന് വേണ്ടിയാണ് ഈ ഇല ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് പിന്നെയും അത് അടച്ച് വെക്കാം. ഈ കുക്ക്ഡ് ആയിട്ടുണ്ട്. 75% ആയിട്ടുള്ളൂ. ദം ചെയ്യുമ്പോൾ ബാക്കി കൂടെ വെന്തോളൂ. നമുക്ക് ഈ ചിക്കൻ ആയിട്ടുണ്ട്. ചിക്കൻ്റെ മുകളിലേക്ക് ഇത് കോരിയിട്ട് ദം ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കാഷ്യൂവും കിസ്മിസും എല്ലാം ഫ്രൈ ചെയ്തിടുക. സബോള ഫ്രൈ ചെയ്തിടുക.
എല്ലാം ചേർത്തു. നമ്മൾ സിമ്മിൽ, ഏറ്റവും ചെറിയ സിമ്മിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് ദം ചെയ്യാൻ പോവാണ്. അടച്ചു വെച്ചു. ഇത് ഏറ്റവും സിമ്മിലിട്ടിരിക്കുവാണ് ദം ചെയ്യാൻ. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ദം ചെയ്ത് 30 മിനിറ്റ് കഴിഞ്ഞ് ഞാനെല്ലാം ചേർത്ത് ഇളക്കി വെച്ചു. കൊതിയൂറും ചിക്കൻ ബിരിയാണി റെഡി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഹായ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.